സ്വയം സുരക്ഷ ഉറപ്പുവരുത്താൻ സ്ത്രീകൾക്കായി സെൽഫ് ഡിഫൻസ് ക്ലാസ് ഒരുക്കി മാതാ കോളേജ്. മാതാ കോളേജിലെ വിദ്യാർത്ഥികൾക്കായാണ് സെൽഫ് ഡിഫൻസ് ക്ലാസ് ഒരുക്കിയത്. ASI വിജിലേഖയും ബീനയുമാണ് കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകിയത്. മാറനല്ലൂർ CA ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. മദർ തെരേസ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ജിജി ജോസഫ്, ഋത്തിക് ജി, ഹരി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകർ എന്നിവർ ചടങ്ങിൻ്റെ ഭാഗമായി. വനിതാ സെൽ തിരുവനന്തപുരം SP ഓഫീസിലെ നിർഭയ വാളണ്ടിയേഴ്സായ സിന്ധുലേഖയും അജിതയും ക്ലാസിൻ്റെ ഭാഗമായി. കുട്ടികളെ സംബന്ധിച്ച് ഒട്ടേറെ പുതിയ അറിവുകൾ ഈ പരിശീലന ക്ലാസ്സിലൂടെ ലഭിച്ചു. കാലൊക്കെ ഇട്ട് ഇതിൻ്റെ കാലിൻ്റെ ഇടയിൽ കുരുക്കി ഇയാളെ തലയിടുക എന്ന് വിചാരിക്കരുത്. നമ്മളും കൂടെ എന്ത് ചെയ്യും? അയാളോടൊപ്പം വീണ് പോകും. വെറുതെ ഒന്ന് പിടിച്ചിട്ട് പോകാൻ വന്നവൻ്റെ മുമ്പിൽ രണ്ടുപേരും കൂടെ തലയിൽ പിടിച്ച് താഴെ വീണ് അവിടെ കൂടെ മുന്നിട്ട് തോന്നുന്നുണ്ടാക്കുക. ഇങ്ങനെ ബാക്കിലാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. നമ്മുടെ കൈ രണ്ട് ഫ്രീ ആക്കിയാണ് പിടിച്ചേക്കുന്നത് അല്ലേ? എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇത് വളരെ ഈസി ആയിട്ട് ഇയാളെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള രണ്ട് വിരലെടുക്കുക. അതിങ്ങനെ ഒടിക്കുക. ഇങ്ങനെ ഒടിച്ച് മടക്കുന്നതോടൊപ്പം ബാക്ക് വെച്ച് ചെയ്യാം. ഒരു തള്ളൂടെ തള്ളി നമ്മുടെ ഹിപ്പ് വെച്ചൊന്ന് തള്ളി എന്ത് ചെയ്യുക? അയാളെ മാറ്റുക. ഒരു വിരലൊടിയുന്ന വേദനയിൽ ഏതെങ്കിലും ശത്രു പിടിച്ചോണ്ടിരിക്കുമോ? അപ്പം എൻ്റെ പേര് അജിത, നിർഭയ വോളണ്ടിയറാണ്. 2018 മുതൽ വനിതാ സെൽ തിരുവനന്തപുരം ആണ് ഞങ്ങളുടെ ആസ്ഥാനം. ഞങ്ങൾ മാറനല്ലൂർ സ്റ്റേഷനിലെ നിർഭയ വോളണ്ടിയറാണ്. സിന്ധു കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിൽ നിർഭയ വോളണ്ടിയറാണ്. എന്താണ് നമ്മുടെ ഇത്തരം സംഭവങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? ഇതിനുള്ള ആക്രമണങ്ങൾ തടയുക എന്നതാണ് ഞങ്ങളുടെ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അവർക്ക് പോക്സോ കേസ് അങ്ങനെയുള്ളത്, കുടുംബപ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അറുതി വരുത്തുക എന്നതാണ് തിരുവനന്തപുരം സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇതാണ്. നമ്മുടെ രാജ്യത്ത് നിർഭയ കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 2015 14-15 കാലഘട്ടത്തിൽ. ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു പെൺകുട്ടികളും പീഡിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരും നിർഭയ പദ്ധതിയോടനുബന്ധിച്ച് സെൽഫ് ഡിഫൻസിൻ്റെ ഒരു പ്രോഗ്രാം സർക്കാർ നടപ്പിലാക്കിയതും. അതിനോടനുബന്ധിച്ച് 2015 മുതൽ 2025 വരെ ഇത്രയും കാലത്തോളവും എല്ലാ സ്കൂളുകളിലും കോളേജുകളും റെസിഡൻസ് അസോസിയേഷൻ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ സെൽഫ് ഡിഫൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് കുട്ടികൾ ബോധവതികളായിട്ടുള്ളത് ആ രീതിയിലാണ് ഇന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് വിജിലേഖ എന്നാണ്. DPOയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം റൂറൽ SP ഓഫീസിൽ ASI ആണ്. വനിതാ സെല്ലിൻ്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൂടെ ഇന്നിപ്പോൾ സെൽഫ് ഡിഫൻസ് ടീമിൽ 4 പേരാണുള്ളത്. ഇപ്പം 2 പേരേ ഉള്ളൂ. ഒരാൾ ഇന്ന് കോടതി ആയത് കാരണം വരാൻ പറ്റിയിട്ടില്ല. കൂടെ ഇപ്പോൾ എൻ്റെ സപ്പോർട്ട് ചെയ്യാനും വനിതാ സെല്ലിൽ നിന്ന് ഒരാളാണ് കൂടെ. മാതാ കോളേജ് ഇത്ര ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് മാതാ കോളേജിൽ ഇതുവരെ നമ്മൾ ക്ലാസ് വച്ചിട്ടില്ല, നമ്മളെ വിളിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ആദ്യമായിട്ടാണ് മാതാ കോളേജിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിനായിട്ട് ക്ലാസ് എടുക്കാനുള്ളത്.